ഒറ്റയ്ക്ക് വന്നാൽ നീ എന്നെ അങ്ങോട്ട് പുറത്തോളാം. വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശൈലി, അതായത് കളറിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ശൈലി, അതുപോലെ തന്നെ നമ്മുടെ പുതിയ കുറച്ച് ടെക്നിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ട് കിടിലമായിട്ടുള്ള സെൽഫ് ഡിഫൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സെൽഫ് ഡിഫൻസ് വീഡിയോയ്ക്കൊക്കെ എല്ലാ വീഡിയോയ്ക്കും അതുപോലെ നമ്മുടെ ചാനലിന് കംപ്ലീറ്റ് നിങ്ങൾ കിടിലൻ സപ്പോർട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെൽഫ് ഡിഫൻസ് ഒരു വീഡിയോ 100K വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താങ്ക്സ് നിങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ നല്ല കമൻസും വരുന്നുണ്ട്, അതുപോലെ നല്ല ലൈക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൂടുതൽ ഡിഫൻസ് വീഡിയോസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളൊക്കെ താഴെ കമൻസിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കളരിപ്പയറ്റിൻ്റെയൊക്കെ ഒരു രീതിയിൽ നിന്നും അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളായിരിക്കും നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ, നമ്മൾ ഏത് ശൈലിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരാം, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പിന്നെ റിയൽ ടൈം ആസ് യൂഷ്വൽ നമ്മൾ റിയൽ ടൈമും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം ലാഗ് അടിക്കാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തല്ലാൻ വേണ്ടി പോകുന്നത് ദൈവനെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് യൂഷ്വൽ ഞാൻ തന്നെയാണ് ഇപ്പോൾ ആദ്യം തന്നെ തല്ലി പഠിക്കാൻ പോകുന്നത്. തല്ലുകൊണ്ട് ഞാൻ പഠിത്തപ്പില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അപ്പോൾ ന്യൂ ജനറേഷൻ ആൻഡ് ഓൾഡ് ജനറേഷൻ ഫുഡുകൾ തമ്മിൽ കൂട്ടിയടിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നു? അങ്ങനെയൊന്നുമില്ല, രണ്ടും സെയിം ജനറേഷനാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കാൻ പോകുന്നത്, ഇത് നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് അക്രമം ഇല്ലാത്ത രീതിയിൽ, അതായത് കുറച്ച് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി കൊടുക്കാനായിട്ടുള്ള നമുക്ക് അയാളൊന്നും ചെയ്യണ്ട, അതായത് നമുക്ക് വേറെ കേസിനൊന്നും പോകണ്ട, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് അയാളുടെ അടുത്ത് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതല്ല, നമുക്ക് അയാളെ തീർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അയാൾ പിന്നെ എഴുന്നേക്കരുത്, അയാൾ നോക്കൗട്ട് ആയി പോകണം, അയാളുടെ റിബ് ബ്രേക്ക് ചെയ്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാകണം. ഗൈസ്, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്തവരൊന്നും പോയി തല്ലിയേക്കരുത്. അതെ, ഇത് വളരെ ആവശ്യമുണ്ട് മാത്രം ഈ ടെക്നിക്ക് ചെയ്യാവുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കളരിയിൽ നിന്ന് എടുത്ത ഒരു ടെക്നിക്ക് തന്നെയാണ്. കളരിക്കകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന 4 ഇതുണ്ട്, തടലകളുണ്ട്. തടലയ്ക്കകത്ത് വരുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ ജസ്റ്റ് ഈ സാധനം നിങ്ങളൊന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയായിരിക്കും ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ സംഭവത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടലകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു തടല അതിനകത്തുനിന്നാണ് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ കാണിക്കുന്ന തടല എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം സ്റ്റെപ്പ് ചുവടാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കളറിക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലാൻ പോകുന്ന ആളും ചുവട് കയറ്റി വയ്ക്കും. തല്ലാൻ പോകുന്ന ആൾ ഇപ്പോൾ വലതേ കൊണ്ടാണ് തല്ലുന്നെങ്കിൽ വലത്തെ കാലം കയറ്റി വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തടയുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓപ്പോസിറ്റ് കാലം കയറ്റി വെച്ചിട്ടായിരിക്കും ഇങ്ങനെ തടയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ തടഞ്ഞു. ഇതാണ് ഈ തടല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ വെച്ചിട്ട് നമുക്ക് ഡിടി വരരുത്. അപ്പോൾ അതിനുവേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. വേണമെങ്കിൽ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഈ കൈ ഇല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ തടഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ എനിക്ക് റിബ്സിനിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ആ റിബ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ആ റിബിന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഷൽ ആർട്സ് ടെക്നിക്ക് ആണെങ്കിലും നിങ്ങളുടെ 2 കൈ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം. ബോക്സിങ്ങിലാണെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കും. അതുപോലെ തന്നെ കളരിയാണെങ്കിലും നമ്മൾ ഏത് ഡിഫൻസ് മെക്കാനിസം ആണെങ്കിലും നമ്മൾ കൈ ഓർമ്മ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് നമ്മുടെ ഈ വൈറ്റൽ ഓർഗൻസ് നമ്മുടെ ഓപ്പൺ ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ എനിമിക്ക് ഓപ്പൺ ആയിട്ട് നമ്മൾ ഒരു ഭാഗം കൊടുക്കരുത്. നമ്മുടെ ഒരു അവയവം ഓപ്പൺ ആയിരിക്കരുത്, എല്ലാം ക്ലോസ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കൈ ഇവിടെ നമ്മൾ ഒരു ബ്ലോക്കിന് വേണ്ടി, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി അറ്റാക്കിനാണെങ്കിൽ വേണ്ടി സെന്റർ പീസിലായിട്ട് നിങ്ങൾ കൈ വെച്ചേക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ അടി വന്നു കഴിഞ്ഞാൽ തടുക്കാം, താഴെ അടി വന്നാലും തടുക്കാം. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു സെന്റർ പാർട്ടിലായിട്ട് നിങ്ങൾ കൈ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ്. നിങ്ങൾ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നു, സാധനം ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് ഇടി വരാതെ ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ഇടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് പോയി രക്ഷപ്പെടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുണ്ട്, ഈ കാല് എൻ്റെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അകത്തോടെ ഇതുണ്ട് സെയിം ചൂട്, ഒരു കാല് നമ്മൾ ബാക്കിൽ നിന്ന് കാലെടുത്ത് ബാക്കിലോട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിലോട്ട് വന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇയാളുടെ അടുത്ത് ഇനിയിപ്പോൾ ഓടി വേണമെങ്കിൽ രക്ഷപ്പെടാം, അങ്ങോട്ട് എസ്കേപ്പ് ആയി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ആകാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അടുത്ത അടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞങ്ങൾ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അടിച്ച് കഴിയുമ്പം, ഉദാഹരണത്തിന് അടിച്ച് കഴിയുമ്പോൾ നീ എന്നെ നിർത്തണം, അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തടഞ്ഞിട്ട് ആ തടയുന്ന അതിനകത്തോടെ തന്നെ കയറി വേണം അത് ബാക്കിലേക്ക് മാറാനായിട്ട്. അപ്പോൾ കൈ ഒപ്പോണൻ്റെ കൈ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മലർന്ന് ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ കയ്യിൽ സംഭവം ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, കൈ ഇവിടെ മലർന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ മറിച്ച് ഇങ്ങനെ വന്നിട്ട് പുറത്തോടെ തിരിഞ്ഞ് മാറരുത്. കൈ പുറത്തോടെ നമുക്ക് മാറിയിട്ടുണ്ട്, ഒട്ടും സേഫ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ വെച്ച് അടിച്ചിടുകയൊക്കെ ചെയ്യാം. നമുക്ക് ബാക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പോകുന്നത്. ഇപ്പോൾ അകത്തോടെ പോകുന്നുണ്ട്, നമുക്ക് മാക്സിമം സേഫ്റ്റി ഉണ്ട്. അകത്തോടെയാണ് പോകുന്നത്. നമുക്ക് എല്ലാ സ്ഥലവും പുറത്തോടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോകാൻ പോലും പറ്റത്തില്ല. കാരണം ഇതുണ്ടാവും, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും? നമ്മുടെ കൈ ഇതുണ്ടാവും, കൈ പിടിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ കൈയുടെ അകത്തോടെ കയറി മാറുക. അപ്പം വേണമെങ്കിൽ ഈ പത്തിയും കൂടെ നിങ്ങൾക്ക് മലർത്തിയായിട്ട് അങ്ങനെ ഇതുണ്ടോ, എൻ്റെ കൈ ബാക്കിൽ മലർന്നു, അങ്ങനെ മലർത്തി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റിലത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുക, ഒഴിവ് മാത്രം, തടലയും പിന്നെ ഒഴിവുമാണ് നമ്മളിപ്പോൾ കാണിച്ചത്.
ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൈ വെച്ച് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ ചുവടുകൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ട്സ്, മൈക്കിനകത്ത് ചെറിയൊരു സീനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഉറക്കെ പറയുന്നത്. നിങ്ങൾ എന്തോരം ഹെഡ്സെറ്റ് വെച്ച് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനപ്പോൾ തല്ലുമ്പോൾ എന്താ പറയുക, നമ്മൾ കാല് ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചിട്ടായിരിക്കും തല്ലുന്നത്. അപ്പോൾ ഞാനെന്നുണ്ട് തടയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലെഫ്റ്റ് കൈ വെച്ചാണ് തടയുന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റ് കാലായിരിക്കും ഞാൻ കയറ്റി ഫ്രണ്ടിലോട്ട് വെച്ചേക്കുന്നത്. ഇനിയുള്ള ചൂടാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടിയിലൂടെ മാറും. ഇതുണ്ടോ എൻ്റെ ബാക്കി ഇരിക്കുന്ന ഈ കാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, അകത്തോടെ തന്നെ നമ്മൾ തടഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ഈ റൈറ്റിലേക്ക് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തോടെ കയറി ഇതുണ്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളപ്പോൾ അകത്തോടെ കയറാൻ വേണ്ടി മാത്രം നോക്കിയാൽ മതി. അകത്തോടെ കയറുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ കാലെന്ന് പറയുന്ന ആ ഒരു രീതി തന്നെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒഴിവ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആ ഒഴിവിനെ എങ്ങനെ ഒരു അറ്റാക്കിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ ഇതിനെ 70% കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അകത്തോടെയാണ് പോകുന്നത്, നമുക്ക് ഏത് ഭാഗത്തുള്ള അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരും. ഇപ്പോൾ ഗൈസ്, ഈ അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു അറ്റാക്കാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് പുറത്ത് പോയി ട്രൈ ചെയ്ത് നോക്കരുത്. കാരണം നമ്മൾ ആ പഞ്ച് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ഭാഗം വെച്ചാണ് നമ്മൾ പഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഇടി നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിബ് കേജ് ബ്രേക്ക് ആയിട്ട് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പോർഷനാണ് നമ്മുടെ ശ്വാസകോശം അതുപോലെ തന്നെ നമ്മുടെ ലിവർ എല്ലാം വരുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെ ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങളിത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇന്റൻസ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ലൈഫിന് ത്രെട്ടൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രം അറിഞ്ഞിരിക്കാനുള്ള കാര്യമാണ് സെൽഫ് ഡിഫൻസ് പറയുന്നത്. അടി ഉണ്ടാക്കാനുള്ള അല്ല, അതിന് തന്നെ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം. ആ ചോട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചോട് മനസ്സിലാക്കണം. നമ്മൾ ഇനിയിപ്പോൾ കൈ വെക്കുന്ന കാര്യങ്ങളും അതുപോലെ നമ്മുടെ അറ്റാക്കിങ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഓക്കെ അപ്പോൾ ഞാൻ പഞ്ച് ചെയ്യാണ്. ഇങ്ങനെ പഞ്ച് ചെയ്തു. ഓക്കെ, പഞ്ച് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യണം. അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടോ മുട്ട് കൈ ഇങ്ങനെ വെച്ചേക്കോളൂ. നമ്മൾ ഓൾറെഡി ഇവിടെ സേഫ്റ്റിക്ക് വെച്ച് പോകണേ. ഈ കൈ വെച്ചതിന് ഇതുണ്ടോ ആഞ്ഞടിച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഈ കൈ കൂടെ ഒടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വേണം തടയാൻ വേണ്ടി. അതിനുശേഷം ഇതുണ്ടോ ഇങ്ങനെ ബാക്കിലോട്ട് വരുമ്പോൾ ഇങ്ങനെ കൈ വന്നു. അത് കഴിഞ്ഞിട്ട് കൈ വേണം നിങ്ങൾക്ക് ഇങ്ങനെ ഒടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വേണം ബാക്കിൽ നിന്ന് ഇങ്ങനെ തൊഴിച്ചിട്ട് കൈ വേണമെങ്കിൽ വലിച്ച് ഊരി എടുക്കാം. നട്ടലിനട്ടും തൊഴി കൊടുക്കാൻ വേണ്ടി സാധിക്കും, കൈ ഓടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. കൈ ഇങ്ങനെ ഇങ്ങനെ മലർത്തി കഴിഞ്ഞ് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ നിന്നുള്ള ഡിസ്ലൊക്കേറ്റ് ആയി പോകും. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ ജോയിന്റുകളെല്ലാം ഡിസ്ലൊക്കേറ്റ് ആയി പോകും. അത് നല്ല രീതിയിൽ അറിയാവുന്ന ഇത് പിടിച്ചിട്ട് ശരിക്കും അങ്ങ് ഒടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിന്റ് എന്താ പറയുക ഡിസ്ലൊക്കേറ്റ് ആയി പോകും. അപ്പോൾ തന്നെ ഓപ്പോണന്റ് നോക്കൗട്ട് ആകും. കൈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെ അത് ആ ഒരെണ്ണം മാത്രം മതി, നമുക്ക് സെറ്റാണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ ആളുടെ കാല് ഒടിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമല്ലേ, വേണമെങ്കിൽ മുട്ട് അതായത് കാലിൻ്റെ ആ ഒരു മുട്ടിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചവിട്ടാം. അപ്പോൾ ഓപ്പോണന്റ് അവിടെ ഇരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിനും ചവിട്ടാം. അതായത് കാലിൽ നിങ്ങൾക്ക് ഒത്തിരി പൊക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് നടുവിനും ചവിട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിന് ചവിട്ടുന്ന ആ സംഭവം കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിനിട്ട് ചവിട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈറ്റ് ഓപ്പോണൻ്റെ ഹൈറ്റ് കുറയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ അടിയിലൂടെ കയറി അടിക്കുക, ചവിട്ടി നടുവിലോട്ട് കയറി ചവിട്ടി ഒട്ടിയ നമ്മുടെ നട്ടലിനും കേടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ലെറ്റ്സ് ഗോ ടു ദ റിയൽ ടൈമിലേക്ക് പോയാലോ? അപ്പോൾ റിയൽ ടൈം പോയി നമുക്ക് റിയൽ ടൈം ഫൈറ്റ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ഹാർഡ്. എടാ മോനെ ശ്രീഹരി, നിന്റെ എല്ലാ അടവുകളും നീ കളിച്ചു തീർത്ത്. നീ വെറും മണ്ണിൽ വെറും പട്ടിയെ പോലെ അലയുന്നത് കാണാനാടാ ഞാൻ ഈ കളി മൊത്തം കളിച്ചത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ, കടം മേടിച്ചിട്ടുണ്ട് തിരിച്ചു കൊടുത്താടാ ശീലം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വേണം, നീ എന്നെ അങ്ങോട്ട് കൊടുത്തോളാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ സെൽഫ് ഡിഫൻസ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആബീസ് കൂട്ടി, ഞങ്ങൾ മടുത്തിരിക്കുകയാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ 2 ടെക്നിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ടെക്നിക്ക് നമ്മൾ അടുത്തൊരു എപ്പിസോഡിലോട്ട് മാറ്റി വെച്ചേക്കുവാണ്. അത് മാത്രമല്ല ഞങ്ങൾ ശരിക്കും മടുത്തു. അപ്പോൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് ഷൂട്ട് ചെയ്യും. എന്ത് പറഞ്ഞാൽ ആ വീഡിയോ ഞങ്ങൾ അടുത്ത എപ്പിസോഡായിട്ട് ഇടാം. നമ്മളെ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സും നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഇച്ചിരി ലെങ്തി ആയി പോകുന്നുണ്ട് വീഡിയോ എന്ന്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഞങ്ങൾക്ക് നിങ്ങളോട് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഇത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുത്ത് വേറെ ആളുകളുടെ അടുത്തൊന്നും പോയി അത് അപ്ലൈ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. റിയൽ ടൈം ചെയ്യാൻ നേരത്ത് തന്നെ എൻ്റെ ഇവിടെ കൈ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൊണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നമ്മൾ കാരണം അത്ര ഫോഴ്സിൽ ആ ബോഡിയുടെ മൊമെൻറ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ പിടിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പിടിക്കുമ്പോൾ കൈ നോക്കിയാൽ മതി മൊത്തം ചുവന്ന് ഇവിടെ എൻ്റെ കൈ ഫുള്ള് ചുമന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ മൊത്തം തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് തന്നെ എൻ്റെ കയ്യിൽ ഇവിടെ ഫുള്ള് ചുമന്ന് വന്നേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ഡെഫിനറ്റ് നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഷൂട്ട് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും നല്ല സൂപ്പർ ടെക്നിക്കാണ്. ആ ടെക്നിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ആ എപ്പിസോഡ് കാണാം. ഇതിവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു അല്ല ആ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺഡ് ചെയ്യാം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ബൈ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ മറന്നത്, ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ ഈ സംഭവം ഒന്നും ഇട്ടുകൊണ്ട് ഈ ടൈ ഒന്നും ഇട്ടുകൊണ്ട് അടിക്കാൻ വേണ്ടി പോകരുത്. ഇതിലൊക്കെ പിടിച്ചാലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ട തിരികെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡിഫൻസ് വീഡിയോ ടൈ കയറി പിടിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ പഠിച്ചതും കൂടെ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളൊരു യൂട്യൂബിലേക്ക് ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സിറ്റുവേഷനിലാണ് ടൈ ഇടുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു പോയില്ല. അടി ഉണ്ടാക്കാൻ പോകുന്ന കാര്യമല്ലോ നമ്മൾ പറയും. അടിയാ അങ്ങനെ പറയണ്ട. അപ്പോൾ അല്ല അടിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് ഈ ട്രൈ ഊരി വയ്ക്കാമല്ലോ. നമുക്ക് പെട്ടെന്നുള്ള സിറ്റുവേഷൻസ് അല്ല. അപ്പോൾ ആ ട്രൈ വരാൻ സമയം കിട്ടും. അല്ല ഇപ്പം മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്തൊക്കെ എന്നിട്ട് വാച്ച് ഇരിക്കുന്നു. ചീപ്പ് ഷൈനിങ് ആണെന്ന് ഒരു വാച്ച് കാർട്ടിയറാണ്. പടം വന്നേക്കാം.